നമ്മൾ 12 രാശികളിലായി 27 നക്ഷത്രങ്ങളുടെ വിഷുഫലമാണ് കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ മകരൻ രാശിയിലാണ് എത്തിയിരിക്കുന്നത്. മകരൻ രാശിയിൽപ്പെടുന്ന ഉത്രാടം 2, 3, 4 പാദം, തിരുവോണം, അവിട്ടം 1, 2 പാദം അടങ്ങുന്ന മകരൻ രാശി. ഈ വിഷുഫലം മകരൻ രാശിക്കാർക്ക് എങ്ങനെയായിരിക്കുമെന്ന് പ്രവചിക്കാമോ? ഗുണദോഷ സമ്മിശ്രത്താൽ സ്ത്രീ പുരുഷ പണ്ഡിത പാമര കുബേര കുചേല ജാതി മത വർഗവർണ്ണ വ്യത്യാസമന്യേ വളരെയധികം ഗുണാനുഭവങ്ങൾ വരുന്നതാണ് ഈ രാശിക്കാർക്ക്. എന്നാൽ ജൂലൈ മാസം വരെ ആരോഗ്യഹാനി, സാമ്പത്തിക ഹാനി, വസ്തുവും വീടും തൊഴിലും വിട്ടു നിൽക്കേണ്ടതായ അവസ്ഥകൾ, സന്താനങ്ങളെ സംബന്ധിച്ച് ദുരിതങ്ങൾ, ശത്രുവർദ്ധനവ്, രോഗവർദ്ധനവ്, കേസ്, കച്ചേരി, കോടതി, ശത്രുവർദ്ധനവ്, ഇങ്ങനെയുള്ള വിഷമസന്ധികൾ പത്തിയാടുന്ന കാലഘട്ടം. വിദ്യാർത്ഥികൾക്ക് പലതരത്തിലുള്ള മാർക്ക് കുറയാനും, ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷയനുസരിച്ച് കിട്ടാതെ വരാനും, ജോലിയിലിരിക്കുന്നവർക്ക് ജൂലൈ മാസത്തോടുകൂടി ട്രാൻസ്ഫർ കാര്യങ്ങൾ ഒക്കെ വരാനും, കേസ് കാര്യങ്ങളിൽ പിന്തിരിയാനും, രോഗികൾക്ക് രോഗവർദ്ധനവും ഒക്കെ വരുമെങ്കിലും ആഗസ്റ്റ് മാസം മുതൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കണം എന്നുള്ള തോന്നൽ, പഠനോത്സാഹം, അവസരം, മാർക്കുകൾ വർദ്ധിക്കാൻ, ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേകിച്ച് വിദേശത്തേക്കൊക്കെ ശ്രമിക്കുന്നവർക്കും ദൂരെ ദേശത്തേക്ക് ശ്രമിക്കുന്നവർക്കും പെട്ടെന്ന് ജോലി കിട്ടാനും, പഠിത്തമനുസരിച്ചുള്ള ജോലി കിട്ടാനും, നല്ല ശമ്പളം, താമസം, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം കിട്ടാനും, ജോലിയിലിരിക്കുന്നവർക്ക് സഹപ്രവർത്തകരുടെ കണ്ണിലുണ്ണിയാവാനും, ട്രേഡ് യൂണിയനിൽ നിൽക്കുന്നവർക്ക് നേതാവാനും, രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് MLA MP പോലെയൊക്കെ ഉള്ളതോ തത്തുല്യമായ സ്ഥാനത്തോ അവരവർക്ക് മോഹിക്കുന്ന രീതിയിലുള്ള ഉയർച്ച, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ ചങ്ങാത്തങ്ങൾ, അധികാരികളുടെ സൗഹാർദ്ദം, ഉന്നതന്മാരുടെ സഹകരണം, ഈ രാശിപ്പെട്ടവർക്ക് സമൂഹത്തിൽ ഏതെങ്കിലും മന്ത്രിതുല്യരോ അതുപോലെയുള്ള പ്രഭുജന തുല്യരോ വിശിഷ്ട ജനങ്ങളോ കീർത്തിയുള്ളവരാലോ എന്തെങ്കിലും നന്മകൾ എടുത്തു പറയത്തക്ക ഒരു വിശേഷം ഉണ്ടാവുന്നൊരു വിഷുഫലമാണ്. സിനിമാ നടികൾക്കും സീരിയൽ നടികൾക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ തിളങ്ങുകയും വിളങ്ങുകയും ചെയ്യുന്ന കാലം. നല്ല പേരും പ്രസിദ്ധിയും ഉണ്ടാവും. ഇത്തരം മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കും അതാത് തരത്തിലുള്ള അഭിവൃദ്ധികൾ ഉണ്ടാവും. കല്യാണം ആലോചിക്കുന്നവർക്ക് കല്യാണം ഉറപ്പായിട്ടും, വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്ക് ആനന്ദപരമായ ദാമ്പത്യവും ജീവിതവും, ആടയാഭരണങ്ങളും കനകവേഷഭൂഷണാദികളും പുതുവാഹനവും പുതുഗ്രഹ വസ്തുക്കളും ഒക്കെ ലഭിക്കാനും, അധീനത വരാനും, കുടുംബസ്ഥർക്ക് സ്വത്തുക്കൾ പാർട്ടീഷൻ നടത്തി അത് വിതരണം ചെയ്യാനും ഒക്കെ ഉള്ള ഭാഗ്യങ്ങൾ. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പേപ്പറൊക്കെ റെഡിയാവും, പോകാൻ സാധിക്കും. മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കടകം, ചിങ്ങം, മകം, പൂരം, ഉത്രം നക്ഷത്രം വരുന്ന ദിവസങ്ങൾ ഈ രാശിപ്പെട്ടവർക്ക് ആലസ്യം, ക്ഷീണം, മടി, മന്ദത, ധനനഷ്ടം, പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ എല്ലാം നടക്കത്തില്ല. മൊത്തം കാര്യങ്ങൾ മന്ദഗതിയിൽ. അനിഴം, തൃക്കേട്ട നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ കാര്യങ്ങൾ ലാഭത്തിൽ, ധനാഗമം, മനസ്സന്തോഷം, സന്തുഷ്ടകരമായ വ്യക്തികളുമായിട്ട് കൂടിക്കാണാനുള്ള അവസരം, പൊതുവെ സംഗീതവാദ്യ നൃത്തങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ. ഇപ്പം എല്ലാ വീടുകളിലും TV-യും നൃത്തവും, എന്നാലും വിശേഷമായ കാര്യങ്ങൾ, പാർട്ടി മേഖലകളിലൊക്കെ പങ്കെടുക്കാനും നൃത്തങ്ങളിലൊക്കെ പങ്കെടുക്കാനും ഒക്കെയുള്ള യോഗങ്ങളും ഉല്ലാസഭരിതമായ അനർഘ നിമിഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. രോഗികൾക്ക് ആശ്വാസം, കേസ് വഴക്ക് കച്ചേരി കോടതി കിടക്കുന്നവർക്ക് ഒത്തുതീർപ്പ്, അതുപോലെ തന്നെ വസ്തു, വീട്, വാഹനം മുതലായതൊക്കെ വാങ്ങണം എന്ന് വളരെ കാലമായി ആഗ്രഹിക്കുന്നവർക്കും, പുതുക്കണം എന്നാഗ്രഹിക്കുന്നവർക്കും, വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്കും, സ്വത്തുക്കൾ പാർട്ടീഷൻ നടത്തി കിട്ടണം എന്ന് വാദിക്കുന്നവർക്കും അനുഗ്രഹീതമായ കാലം.
യുവജനങ്ങളിൽ പ്രേമാന്തരീക്ഷം പൊട്ടിപ്പുറപ്പെടുന്ന കാലം. ശരീരത്തിന് സൗന്ദര്യവും ആകർഷണവും തിളങ്ങുന്ന കാലം. പൊതുവെ സർപ്പപ്രീതി, രാഹുകേതുക്കൾ ഇവർക്ക് ദോഷകരമായിട്ട് വർഷാന്ത്യം വരുന്നു, അതായത് കാളസർപ്പം. അതുകൊണ്ട് സ്കിൻ ഡിസീസസ്, അതുപോലെ മറ്റേതെങ്കിലും തളർച്ച, അതുപോലെ തന്നെ ശാരീരികപരമായിട്ട് എന്തെങ്കിലും അസ്വാസ്ഥ്യങ്ങൾ, അപ്രതീക്ഷിതമായ കലഹവിരഹങ്ങൾ ഒക്കെ വരാതിരിക്കാൻ ഈ കാളസർപ്പത്തിനുള്ള സർപ്പബലി ശക്തമായ രീതിയിൽ ചെയ്താൽ കാഠിന്യങ്ങൾ കുറയുകയും രോഗങ്ങൾ കടന്നു വരാതിരിക്കുകയും ശത്രുക്കളും അസൂയാലുക്കളുടെയും ശല്യങ്ങൾ ഒഴിവാകുകയും ദൃഷ്ടിദോഷം ഒഴിവാകുകയും ചെയ്യും. പുതിയ പുതിയ നടീനടന്മാർക്കും രാഷ്ട്രീയക്കാർക്കും നല്ലൊരു അവസരമാണ് ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രം വരുന്ന ദിവസം.